ഹല്ലേലൂയ. അഭിഷേകം അന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സദൃശ്യവാക്യം 23-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വചനം. നിന്റെ ഹൃദയം പ്രബോധനത്തിനും നിന്റെ ചെവി പരിജ്ഞാന വചനങ്ങൾക്കും സമർപ്പിക്കുക. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, ഹൃദയവും ചെവിയും. ഒന്ന് പ്രബോധനത്തിനും, രണ്ട് പരിജ്ഞാന വചനങ്ങൾക്ക് സമർപ്പിക്കുക. 13-ാമത്തെ വാക്യം പറയുകയാണ്, ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടികൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകുകയില്ല. വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയവും സന്തോഷിക്കും. കണ്ടോ, ശിക്ഷണം കൊടുക്കുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. വടികൊണ്ട് നമ്മൾ മക്കളെ ചിലപ്പോൾ ശിക്ഷിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവർ മോശമാകാൻ വേണ്ടി അല്ല പ്രിയമുള്ളവരെ. നമ്മൾ കുഞ്ഞുങ്ങളെ അനുസരണയോടെ പഠിപ്പിക്കണം. എന്തിനു വേണ്ടിയാണ്? വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. മക്കളെ, മാതാപിതാക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന എന്തിനാ? അവരെ പാതാളത്തിലേക്ക് വിടാതിരിക്കുവാൻ, അവരെ അനുസരണയുള്ള ദൈവമകനാക്കി വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയാ. അതുകൊണ്ടോ, മകനെ, നിന്റെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയം സന്തോഷിക്കും. നീ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയം ജ്ഞാനത്താൽ നീ പഠിക്കണം. ജ്ഞാനം നിനക്ക് വെളിപ്പെടും. അന്നേരം ദൈവത്തിന്റെ ഹൃദയവും എന്ത് ചെയ്യും? സന്തോഷിക്കും. നിന്റെ അതിരം നേർ സംസാരിച്ചാൽ എന്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. ഇവിടെ കർത്താവ് പറയുന്നത്, നിന്റെ നാവ് എന്ത് ചെയ്യണം? സത്യം മാത്രമേ സംസാരിക്കാവുള്ളൂ. നമ്മൾ മറ്റുള്ളവരോട് ചില കാര്യങ്ങൾക്കൊക്കെ നുണ പറയല്ലേ? നുണ പറയരുത്. ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം. ആരോട് ഒരു വാക്കുകൊണ്ട് നുണ പറയുകയായിരുന്നു. നുണ പറഞ്ഞാൽ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, നുണ ആരുടെയാ? പിശാചിന്റെയാ. പിശാച് നുണയുടെ പിതാവാ. പിതാവ് നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മക്കളും അതുപോലെ ആയിപ്പോവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നുണ പറയരുത്. അന്നേരം ഹൃദയം നേർ സംസാരിക്കണം. ആരാ നേര് സംസാരിക്കുന്നത്? കർത്താവ് മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ വചനത്താൽ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ നേര് സംസാരിക്കൂ. നീ എവിടെ പോകുന്നു? നമ്മൾ കണ്ണൂരായിരിക്കും പോകേണ്ടത്. നമ്മൾ പോകുന്നത്, ഞാൻ ഇവിടെ വരെയോ പോകുന്നുള്ളൂ, ചെറുപുഴ വരെ. നമ്മൾ പറയുന്നതും പോകുന്നതും രണ്ടും രണ്ട് വഴിക്കാം. ഒരു വാക്കിൽ പോലും നീ എവിടെ വരെ എത്തി? നമ്മൾ പോകേണ്ട സ്ഥലത്തിന് ഇപ്പുറത്തെ സ്ഥലം നമ്മൾ വേണമെങ്കിൽ പറയും, അടുത്തെത്തി എന്ന് പറയും. ഉള്ള സ്ഥലം പറ. അന്നേരം അവർക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ ഇത്രേ താമസിച്ചല്ലോ, എന്തേ താമസിക്കുന്നതെന്ന് തോന്നിയാലും നമ്മൾ പിശാചിന്റെ അടിമയാകിയല്ല. നമ്മൾ മറ്റുള്ളവരെന്തെങ്കിലും നമ്മളോട് വായ്പ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുക, ഇല്ലെങ്കിൽ ആ പൈസ തരാനില്ല, അതെന്റെ വേറെ ആവശ്യത്തിന് വെച്ചതാണ്, അത് ഞാൻ തരികയില്ല എന്ന് നേരെ പറഞ്ഞോണം. അല്ലാതെ നമ്മൾ നുണ പറയരുത്. ഒരു വാക്കുപോലും കൊണ്ട് നുണ പറയരുത്. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നീ എല്ലായ്പ്പോഴും യഹോവഭക്തിയോടിരിക്കുക. ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. യഹോവഭക്തിയോടെ കർത്താവിനെ ആരാധിച്ച് യേശുവേ നന്ദി എന്ന് പറഞ്ഞ ഹൃദയത്തിൽ ഒന്ന് ഇരുന്നാണ്ടല്ലോ, ഒരിക്കലും നമ്മൾ ഭാരപ്പെടുകയില്ല. മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക. നിന്റെ ഹൃദയത്തെ നേർവഴിയിൽ നടത്തിക്കൊള്ളുക. വഴി വിട്ടു പോകരുത്. മക്കളെയൊക്കെ നമ്മൾ പഠിക്കാൻ വിടുമ്പോൾ ഇല്ലാത്ത കാശൊക്കെ ഉണ്ടാക്കി നമ്മൾ ചെന്നൈയിലോ, നമ്മൾ ബാംഗ്ലൂരോ, നമ്മൾ മംഗലാപുരത്തോ, വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെയോ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിടുമ്പോൾ അവർ പഠിച്ച് അനുഗ്രഹം പ്രാപിച്ചു വരണമെന്ന് ആഗ്രഹിച്ചാണ് വിടുന്നത്. അവർ അവിടെ ചെന്ന് കൂട്ടുകാരുമായി കളിച്ചു, കൂട്ടുകാരുമായി പ്രവർത്തിച്ചു, കൂട്ടുകാരുമായി ജീവിച്ചു, വഷളത്വത്തിന്റെ പ്രവൃത്തി ചെയ്തു, നാശത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ എങ്ങനെ സഹിക്കും? ഇവിടെയാ പറഞ്ഞത്, മകനെ, കേട്ട് ജ്ഞാനം പഠിക്കുക. നിന്റെ ഹൃദയം നേർവഴി നടത്തിക്കൊള്ളുക. അല്ലെങ്കിലോ 20-ാമത്തെ വചനം, നീ വീഞ്ഞു കുടിക്കുന്നവരുടെ കൂട്ടത്തിലും മാംസം ഭോജനപ്രിയരുടെ ഇടയിലും ഇരിക്കരുത്. കുടിയന് അതിഭാഷകനും ദരിദ്രന്മാരായിത്തീരും. ഈ 3 കാര്യങ്ങളാ. നമ്മൾ അധികമായി ഭക്ഷണം കഴിക്കുന്നവന്റെ കൂടെ പോകരുത്. ഭക്ഷണം ശരീരത്തിന്
ആരോഗ്യത്തിനും വേണ്ടതാണ്. കാരണം കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ പോയാൽ നീ നശിച്ചു പോകും. മദ്യപാനിയുടെ കൂടെ പോയാൽ നീ നശിച്ചു പോകും. കുടിയനും അതിഭാഷകനും ദരിദ്രന്മാരായിരിക്കും. പ്രിയമുള്ളവരെ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. കുഞ്ഞുങ്ങൾ കർത്താവിന് ഇഷ്ടമുള്ളവരായി മാറാൻ വേണ്ടിയാ ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. നമ്മളോടാ കർത്താവ് പറഞ്ഞത്, ഈ ഒരു വഴിയിലേക്ക് പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ആ വഴിക്ക് വിടരുത്. കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിന്റെ കൃപ ഓരോ കുഞ്ഞുങ്ങളുടെ മേലും, ഓരോ കുടുംബത്തിന്റെ മേലും, ഓരോ മാതാപിതാക്കളുടെ മേലും, ഈ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരുടെ മേലും നിന്റെ അഭിഷേകം പകരട്ടെ. ശക്തി കൊണ്ട് നിറക്കണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.